ഓരോ ദിവസവും ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഞെട്ടിപ്പോകുന്ന വാർത്തകൾ തന്നെയാണല്ലേ. ഒരു വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊന്ന അമ്മയെ നമ്മളിപ്പോൾ കണ്ടു. എന്നാൽ അതിപ്പം തുടർച്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസവത്തിന് ശേഷമുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഡിപ്രഷൻ്റെയൊക്കെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ലാതെ തന്നെ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അധികം കേൾക്കാത്തൊരു ന്യൂസ് ഇപ്പോൾ കേട്ടത് മരുമകളെ അമ്മായിയമ്മ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം കേട്ടാലാണ് ചെറിയൊരു കാര്യം, ചായ ചോദിച്ചിട്ട് കൊടുത്തില്ല. കുറച്ച് സമയം ചായ ചോദിച്ചു, കൊടുത്തില്ല. രാവിലെ 6 മണിക്കോ 6:30ക്കോ ആണ് ചായ ചോദിച്ചതെന്ന്. അപ്പോൾ ഇവർ കൊടുത്തില്ല. ആ പെൺകുട്ടി ഉറങ്ങുമായിരിക്കുമെന്ന് തോന്നുന്നു. എന്നാൽ ഈ ചായ വെക്കാൻ പറ്റാത്തത്രയും ആരോഗ്യ പ്രശ്നമുള്ള, തീരെ ആരോഗ്യം ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തോന്നുന്നില്ല. അവരെ കാണുമ്പോൾ നല്ലൊരു ആരോഗ്യമുള്ളൊരു സ്ത്രീയായിട്ടാണ് തോന്നുന്നത്. ഒരു കുലുക്കവും ഇല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലവർ പറയുന്നു, ചില അയൽവക്കക്കാർ എന്നൊക്കെ പറയുന്നവർ കമൻ്റ് ഇട്ടിട്ട് കണ്ടു, ഈ സ്ത്രീക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുന്നതാണ്. ചായക്ക് ചോദിച്ചിട്ട് കൊടുക്കാത്തപ്പോൾ ഇവർ തന്നെ ചായ വെക്കാൻ നോക്കിയപ്പോൾ മരുമകൾ വെക്കാൻ വിടാതെ അതെടുത്ത് മാറ്റിയിട്ട് ഗ്യാസ് കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ എടുത്ത് മാറ്റി. അതുകൊണ്ട് ഇവർക്ക് ചായ വെച്ച് കഴിക്കാൻ പറ്റിയില്ലെന്ന്. ആയിക്കോട്ടെ, എന്തെങ്കിലും എല്ലാവരും പറയുന്നത് പോലെ ഇവർ തമ്മിൽ ആദ്യമേ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ അറിയില്ല. ഇനി വൈരാഗ്യം ഉണ്ടെങ്കിൽ, അല്ല എങ്കിൽ അന്നേരം തോന്നിയ ഒരു മനസ്സിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യം കൊണ്ടാണ് അവരത് ചെയ്തതെങ്കിലും, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നവർ ദേഷ്യം ഉണ്ടായ വേണമെങ്കിൽ മരുമകളല്ലേ, അതും 30 വയസ്സേ ഉള്ളൂ, ആ പെൺകുട്ടിയെ പിടിച്ചൊരടി വെച്ച് കൊടുക്കാം. എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ ആയാലും അങ്ങനെ ചെയ്യും, ഒരടി വെച്ച് കൊടുക്കാം. അത് നമുക്ക് ദേഷ്യത്തിന് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷേ ചിലവർ പറയുന്നത് ആ അമ്മായിയമ്മയ്ക്ക് അത്രയും സഹിച്ചത് കൊണ്ടായിരിക്കാം. ശരിയാണ്, ഒരടി വെച്ച് കൊടുക്കുന്നത് പോലെയോ അല്ല 2 ചീത്ത വിളിക്കുന്നത് പോലെയാണോ ഒരു പെൺകുട്ടിയെ, അതും മകൻ്റെ ഭാര്യയെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിന്, എങ്ങനെയാണത് ചെയ്തത്, എങ്ങനെയാണത് കഴിയുന്നതെന്ന് നമുക്ക് സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ദേഷ്യത്തിന് ചെയ്തു പോയി എന്ന് പറയുന്നത് ചെറിയൊരു അടി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊരു സാധനം എടുത്ത് പൊട്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം എടുത്ത് മരുമോളെ എറിഞ്ഞു, അതൊന്നും അല്ലല്ലോ. പിന്നെ ചായയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്, അല്ലാതെ വേറെ ഇതിനു മുമ്പും അവർ തമ്മിൽ വഴക്കുണ്ടായോ ഒന്നും അറിയില്ല. നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ കേരളം ഇങ്ങനെ പോകുന്നത്? കേരളത്തിലെ ആ ഒരു എന്താ പറയുക, നിയമം എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ ജയിലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടും, അവിടെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്താൽ മതി, സുഖമായി ജീവിക്കുക എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കുമോ? കാരണം ഓരോ ദിവസം നമ്മൾ നോക്കുമ്പോഴും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. നല്ലതായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു ന്യൂസ്. എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും ന്യൂസുകളായാലും ഇത് കേൾക്കാത്ത രാജ്യങ്ങളുണ്ടാവില്ലല്ലോ. കേരളത്തിൽ മരുമോളെ അമ്മായിയമ്മ കൊലപ്പെടുത്തിയിരിക്കുന്നു, ഇതുപോലുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള വാർത്തകളല്ലാതെ ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. രണ്ടഭിപ്രായം ഉണ്ടാവാം. പലരും അമ്മായിയമ്മയുടെ ഭാഗത്തുണ്ട്, പലരും മരുമോളുടെ ഭാഗത്തുണ്ട്. അമ്മായിയമ്മയുടെ ഭാഗത്തെന്ന് പറയുമ്പോൾ അവർക്ക് അസുഖമുള്ളത് കൊണ്ട് അവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്തൂടെ എന്ന് മരുമോളെ കൊണ്ട് ചോദിക്കുന്നു, അമ്മായിയമ്മയുടെ ഭാഗം നിന്നിട്ട്. പക്ഷേ അമ്മായിയമ്മക്ക് എന്താണ് ഇത്രത്തോളം ക്രൂരത, അവർക്ക് കുറച്ച് ചായ കിട്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും അമ്മായിയമ്മ പോരുണ്ട്, അതൊരു സത്യമായ കാര്യം തന്നെയാണ്. സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കേൾക്കുന്നത് എങ്ങനെയായാലും അമ്മായിയമ്മ പോര് പല വീടുകളിലും ഉണ്ട്. അപ്പോൾ ഇവരാദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതികാരം മനസ്സിലുള്ളത് കൊണ്ടാണോ അല്ല ആ സമയത്തുള്ള ഇതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഇത് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഓരോന്നും പുറത്തോട്ട് വരുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത്രത്തോളം ദേഷ്യത്തിൽ നിൽക്കുന്നവരായാലും ഇനി ഞാൻ അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഒരു കുഞ്ഞിനെ അമ്മ കൊന്നു എന്ന് പറയുമ്പോൾ അയ്യോ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കണം, അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു ദിവസം നമ്മളിതാണ് കേൾക്കുന്നത്, പിറ്റേ ദിവസം വേറൊരു ന്യൂസാണ് കേൾക്കുന്നത്, അവരെ കൊന്നു, ഇത് ചെയ്തു. കേൾക്കാൻ പറ്റാത്തത്ര ഒരു മാനസികം മരവിച്ചു പോകുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പലരും വീടുകളിൽ എത്ര ആളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഓരോരുത്തർ വരുന്നത് പോലെ ഓരോ വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഓരോ വീടുകളിലും അയൽവക്കക്കാരൊക്കെ പറയുമല്ലോ ഇന്ന വീടുകളിലൊക്കെ പ്രശ്നമുണ്ടെന്ന്. ഇനി പറഞ്ഞില്ല എങ്കിൽ അങ്ങനെ ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഓരോരുത്തർ പോയി അന്വേഷിച്ച് അവിടെ പറ്റുന്ന പോലെ കൗൺസിലിംഗ് കൊടുത്തോ, അല്ല
അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ആ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ഇത് പുറംലോകം അറിയാതെ ഇപ്പം മദ്യപിച്ചെത്തുന്ന ഒരാൾ, അവർ എല്ലാ ദിവസവും ആ വീട്ടിൽ വഴക്കുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ആരും ആ ഭാഗത്തോട്ട് ചെവി കൊടുക്കാതെ അവരങ്ങോട്ട് മാറുക ചെയ്യുന്നത്. എന്നാൽ അയൽവക്കക്കാർക്കൊക്കെ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ളൊരു രീതിയിൽ മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ അയൽവക്കത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ആൾക്കാരോട് പറഞ്ഞിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ എല്ലാം ഒത്തുകൂടിയിട്ട് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ, അല്ല തീരെയും വല്ലാത്ത ഇവർക്കൊന്നും ഇടപെട്ടിട്ടും പറ്റുന്നില്ല എങ്കിൽ പോലീസിൽ വിവരം അറിയിക്കുക. അങ്ങനെ ഈ മദ്യപിച്ച് വരുന്നവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് അയൽവക്കക്കാർക്കോ അല്ല വീട്ടിലുള്ളവർക്കോ ഒന്നും നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യുക. ഇതുപോലെ പല വീടുകളിലും അമ്മായിയമ്മ ആയാലും അല്ലെങ്കിൽ ഇതുപോലെ പല രീതിയിലുള്ള വഴക്കുകളും ഇതൊക്കെ നമ്മൾ നാട്ടിൻപുറത്തായാലും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇതുപോലെ ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ അല്ല എങ്കിൽ ഒരു സ്വബോധത്തോടു കൂടിയുള്ള ഒരു സ്ത്രീ ഇതുപോലെ ചെയ്യുമോ? സ്വന്തം മകൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുമോ? അല്ല എങ്കിൽ ജനിച്ച് 1 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഒരമ്മ കൊല്ലുമോ? എനിക്ക് തോന്നുന്നൊരു മാനസിക പ്രശ്നം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ 2 അടി വെച്ച് കൊടുക്കുകയോ അല്ല എങ്കിൽ ദേഷ്യത്തിൽ കുഞ്ഞിനെ നോക്കാതിരിക്കുകയോ പാല് കൊടുക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. ഇതിപ്പോൾ പറഞ്ഞ് അതവൾക്ക് എന്താണ് പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ളൊരു പ്രസവാനന്തര പ്രശ്നം, ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ഇനി പാടില്ല. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയായി ചിന്തിച്ചോളും. അങ്ങനെ വിചാരിച്ചിട്ട് പലരും ഇതുപോലെ മനഃപൂർവ്വം ചെയ്യുന്നോ നമുക്കറിയില്ലല്ലോ. ഇതിപ്പോൾ എന്താണ്, ഈ അമ്മായിയമ്മ മരുമോളെ ചെയ്യുമ്പോൾ പെൺകുഞ്ഞുങ്ങളായ കുട്ടികൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന്. ഈ മക്കൾക്ക് ഈ അമ്മയെ സ്വന്തം കൺമുമ്പിൽ വെച്ചിട്ട് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ, അമ്മയുടെ ജീവൻ ഇല്ലാതായപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ജന്മകാലം അവരുള്ള കാലത്ത് മുഴുവനും ഇതാലോചിക്കാതെ അവർക്ക് ആ മനസ്സിന്ന് അവർക്കൊരു ചികിത്സ കൊടുക്കേണ്ടി വരും മനസ്സിന്. അല്ല എങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും കണ്ണടച്ച ഈ അമ്മയെ ഈ അമ്മായിയമ്മ ഉപദ്രവിക്കുന്നു. രണ്ടും, ഒന്ന് അച്ഛൻ്റെ അമ്മ, മരിച്ചത് സ്വന്തം അമ്മ. ഇതെപ്പോഴെങ്കിലും അവർക്ക് മറക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയുടെ ഭർത്താവ് വീട്ടിലില്ല, ഓട്ടോ ഡ്രൈവറാണ്, അവർ പുറത്തോട്ട് പോയ സമയത്താണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഇനിയിപ്പോൾ ആരാ ഉള്ളത്? ഇപ്പോൾ സാധാരണ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞാൽ ചേർത്ത് പിടിച്ച് നോക്കേണ്ട അച്ഛൻ്റെ അമ്മയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മ ജയിലിലായി, അമ്മ ഇല്ലാതെയുമായി. ആ പെൺകുട്ടികൾക്കാണിപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നത്. ഇനി മുമ്പേ ഈ അമ്മയും മരുമോളും തമ്മിൽ ഇതുപോലെ പ്രശ്നങ്ങളാണെങ്കിൽ ഈ മകൻ ഇതിലെന്തെങ്കിലും ഒന്ന് ഇടപെട്ട് ഈ പെൺകുട്ടിയെ മാറ്റി പെൺകുട്ടിയുടെ വീട്ടിലോട്ട് മാറ്റി നിർത്തുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഈ മകനും മുതിർന്നിട്ടുണ്ടാവില്ല. അല്ലാതെ ഒരു ചായ വെച്ച് കൊടുക്കാത്തതിന് 1 നിമിഷം കൊണ്ട് ഒരു അമ്മായിയമ്മ മരുമോളെ കൊല്ലുമോ? എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ആ കുഞ്ഞിൻ്റെ മുഖം, 30 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. അതിൻ്റെ മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അയ്യോ, ആ പെൺകുട്ടിക്ക് ഒരു അസുഖം വന്നിട്ടോ അല്ല മറ്റൊന്നും അല്ല സ്വയം ജീവന ഒടുക്കിയതോ ഒന്നും അല്ലല്ലോ. പെൺകുട്ടി ഇങ്ങനെയൊന്നും എൻ്റെ അമ്മ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ദേഷ്യം കാണിക്കുമല്ലോ, അമ്മായിയമ്മയോടായാലും സ്വന്തം അമ്മയോടായാലും എല്ലാം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയൊരു പ്രവൃത്തി എന്നോട് ചെയ്യുമെന്ന് ആ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല. ദൈവത്തിൻ്റെ നാട് എന്ന കേരളത്തിൻ്റെ മാറ്റിയിട്ട് ഇപ്പം ക്രൂരതയുടെ കേരളം എന്നാക്കി മാറ്റേണ്ടി വരും. കാരണം ഇപ്പം നല്ലതൊന്നും നമ്മൾ കേരളത്തിൽ കേൾക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് മുഴുവനും ഇതുപോലെ ക്രൂരതകൾ, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൽ നിന്നൊക്കെ മാറ്റം വരാൻ ആരാണ് മുൻകരുതലെടുത്തിട്ട് ചെയ്യേണ്ടതൊന്നും അറിയുന്നില്ല. നിയമത്തിന് ഇളവുള്ളത് കൊണ്ടാണോ അല്ല ആരെയും പേടിയില്ല, എന്തായാലും ശരി അവിടെ പോയി കിടന്നാലും നമുക്കൊരു പ്രശ്നമില്ല, അങ്ങനെയുള്ളൊരു തോന്നൽ കൊണ്ടാണോ ഇതുപോലെ മനുഷ്യന്മാർ മാറിപ്പോകുന്നത്? അല്ല ഇപ്പോഴത്തെ ഒരു ജീവിത രീതി കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണോ ഇങ്ങനെ പെട്ടെന്ന് ഓരോ ദേഷ്യത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? പണ്ടെന്താ ദേഷ്യമില്ലേ? പണ്ട് ദേഷ്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഓരോരുത്തരെ പിടിച്ചങ്ങ് കൊല്ലുവാണോ? എവിടെയും ചെറിയ കുട്ടികളായാലും ജീവനൊടുക്കുക അല്ലെങ്കിൽ കൊല്ലുക, ഇത് തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ.